ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. കാലത്ത് ഗാലറിയിലിരുന്ന് ഫുട്ബോൾ കണ്ടിരുന്ന ഒരു ആരാധകൻ, അതേ വേദിയിൽ ലോകകപ്പ് കിരീടം ഉയർത്തി ചാമ്പ്യൻ പട്ടം നേടുമ്പോൾ അതൊരു അതൊരു ജീവിത കഥ തന്നെയാണ് അല്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു കഥ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഒരു അത്ഭുതത്തിൻ്റെ ഒരു ജീവിത കഥയാണ് ഞാൻ പറയുന്നത്, വേറെ ആരെക്കുറിച്ചല്ല. എമിലിയാനോ മാർട്ടിനസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതകരമായ ജീവിതം. 2018 വർഷകാലങ്ങളിൽ എന്താ പറയുക, വേദിയിലിരുന്ന് മത്സരം കണ്ടിരുന്ന ഒരു ഫുട്ബോൾ ആരാധകൻ 2022 അതേ ടീമിൽ തന്നെ മത്സരത്തിൽ വിജയിയായി 2022 ലോകകപ്പ് കിരീടം ഉയർത്തി എന്ന് പറയുന്ന ആ മാർട്ടിനസിൻ്റെ അത്ഭുത കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ത്രില്ലടിക്കും. അത്രയ്ക്ക് അടിപൊളി സ്റ്റോറിയാണ്. അർജൻറ്റീനയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച മാർട്ടിനസിന് ഈ അർജൻറ്റീനയുടെ ഗോൾ വല കാക്കുക എന്നത് മാത്രമായിരുന്നു ഒരു ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറേ കടുത്ത പരിശ്രമം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഭാഷ പോലും അറിയാത്ത ഇംഗ്ലണ്ടിലേക്ക് യാത്രയാവുകയായിരുന്നു 17-ാം വയസ്സിൽ മാർട്ടിനസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയതിന് ശേഷം ആഴ്സണലിൽ കരാർ ലഭിച്ച അദ്ദേഹത്തിന് നീണ്ട 10 വർഷമാണ് അദ്ദേഹത്തിന് ബെഞ്ചിലിരിക്കേണ്ടി മാത്രം വന്നിട്ടുള്ളത്. എന്നാലും ആ കഠിനമായ കാലത്തും അദ്ദേഹത്തിൻ്റെ കരുത്ത് വിട്ട് കളഞ്ഞില്ല. ഇദ്ദേഹത്തിനെ മറിച്ച് വേറെ മറ്റൊരാളായിരുന്നെങ്കിൽ മസ്റ്റായിട്ട് ഇത് കളഞ്ഞിട്ട് അയാൾ വേറൊരു പാട് നോക്കി പോയേനെ. പക്ഷേ മാർട്ടിനസ് വിട്ടുകൊടുക്കാൻ യാതൊരു തയ്യാറുണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് വില്ലയിലോട്ട് മാറിയ അദ്ദേഹത്തെ പിന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും പിന്നെ അദ്ദേഹം അർജൻറ്റീനയുടെ ഗോൾ കീപ്പറായിട്ട് മത്സരിച്ചെല്ലാം തന്നെ വിജയങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മികച്ച ഗോൾ കീപ്പറായിട്ട് 2 തവണയാണ് അദ്ദേഹത്തിന് സെലക്ഷൻ ലഭിച്ചത്. അത് തന്നെ ബാലൻഡിയർ ഉൾപ്പെടെ ഒരുപാട് പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ ജീവിത കഥ കൊണ്ട് കാണിച്ചു തരുന്നത്, നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്ന എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് പോരാടുക, പ്രയത്നിക്കുക. നാളെ ആ ഒരു പ്രയത്നം കൊണ്ട് നാളെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ 2026 ഫൈനൽ കണ്ടവർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, മാർട്ടിനസിൻ്റെ ഒരു പ്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം തന്നെയാണ് അതിൽ നല്ലപോലെ എഫേർട്ട് ഇട്ടതെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എത്ര ഗോളാണ് അയാൾ സേവ് ചെയ്തത്. അദ്ദേഹത്തിനെ പോലെ ഒരു കരുത്താർന്ന ഒരു പ്ലെയർ തന്നെയാണ് അർജൻറ്റീനയുടെ ഒരു പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പറയാൻ പറ്റും. കാരണം ഒരുപാട് ഗോളുകൾ അവിടെ വിജയിക്കേണ്ടിയിരുന്ന സ്പെയിനിൻ്റെ മുഖ്യ ഗോളിനെ തടഞ്ഞത് നമ്മുടെ മാർട്ടിനസ് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതൊരു കരുത്ത് തന്നിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് അടിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് സൈനിങ് ഓഫ്.